ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എല്ലും കപ്പയും ഉടച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം കുക്കർ വെച്ച് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ഏലക്ക പൊട്ടിച്ചതും ഗ്രാമ്പും കൂടെ ഇടുകയാണ്. അതൊന്ന് മൂക്കട്ടെ. നമുക്ക് ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത്, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും, കൊച്ചുള്ളി, പച്ചമുളക് പേസ്റ്റ്, തേങ്ങ കൊത്തിയത്, കപ്പ വേവിച്ചത്, എല്ല് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പിട്ട് ഇളക്കാം. സവാള ഒന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് നല്ലവണ്ണം മാറട്ടെ. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇട്ടാൽ മതി. എല്ലിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കാം. ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ചിലവർ മല്ലിപ്പൊടി മാത്രം ചേർക്കത്തുള്ളൂ, മുളക് പൊടി ചേർക്കത്തില്ല. എരിവിനായിട്ട് പച്ചമുളക് ചേർക്കും. ഞാനിവിടെ അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അരക്കിലോ എല്ലാണ്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് ഊറ്റി വച്ചിരിക്കുന്ന എല്ലും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2-3 അടി വിസിലാകട്ടെ. മസാലപ്പൊടി ഇട്ടായിരുന്നു, മറന്നുപോയത് കാണിക്കാൻ. ഇച്ചിരി പുതിന ഇലയും കൂടെ നമുക്കിടാം. കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയിലൂടെ ഞാൻ തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ മൂക്കാനിട്ടു. നല്ലവണ്ണം ബ്രൗൺ കളറാകുന്നത് വരെ അത് ഇളക്കി കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സപ്പോർട്ടും കൂടെ ചെയ്യണേ. ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലൊക്കെ നല്ലവണ്ണം റെഡിയായിട്ടുണ്ട്. നല്ലോണം വേഗമൊക്കെ ചെയ്ത്. ഒരുപാട് വെന്ത് പോയാൽ എല്ല് പൊടിഞ്ഞു പോകും. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലവണ്ണം വെന്ത് നമുക്ക്
ഈ പാത്രത്തിലോട്ടത് മാറ്റാം. കപ്പയും കൂടെ അതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നല്ലവണ്ണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലവണ്ണം കുഴച്ചെടുക്കണം. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മൂപ്പിച്ച് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നല്ലവണ്ണം ഇളക്കണം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ കപ്പയും എല്ലും റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.